നമസ്കാരം സുഹൃത്തുക്കളെ, വൈക്കത്താണ് കേട്ടോ ഉള്ളത്. ആൻ്റണിക്കൊപ്പം ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണേ. ഉച്ചയൂണിൻ്റെ സമയമായപ്പം ആൻ്റണി എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പം ഞാനാണ് ആൻ്റണിയോട് പറഞ്ഞത് കേട്ടോ, നാടൻ ഊണ് കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് പോകാമെന്ന്. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഊട്ടുപുരയിലാണ് കേട്ടോ ഇന്ന് ഉച്ചയൂണിന് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ എന്തുതരം ഭക്ഷണം കഴിക്കാനാണോ പ്രതീക്ഷയോടെ അവിടെ ചെന്നത്, അതവിടെ കിട്ടുമെന്ന് ആ അന്തരീക്ഷവും അവിടുത്തെ തിരക്കും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ശാന്തമായ അന്തരീക്ഷത്തിലെ ഒരു വീട്ടിലാണ് വൈക്കം കിഴക്കേ നടയിലുള്ള ഊട്ടുപുര എന്ന ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്തത്. ഉച്ചയൂണ് മാത്രമാണ് അവിടെ വിളമ്പാറുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്ത് നല്ല ചൂടുള്ളപ്പോഴും നല്ല പച്ചപ്പും തണൽ മരങ്ങളും നിറഞ്ഞ ഒരു വീടാണ് ഊട്ടുപുര. വലിയ വിലയില്ലാത്ത സാധാരണ ചെറു മത്സ്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ അവിടെ കിട്ടുമെങ്കിലും മാംസവിഭവങ്ങൾ അവിടെ കിട്ടില്ല. ഒരു നാടൻ ഊണ് പ്രതീക്ഷിച്ച് വൈക്കം ഭാഗത്ത് പോകുന്നവർക്ക് ഈ ഊട്ടുപുര നല്ലൊരു ഓപ്ഷനാണ്. തൂവെള്ള നിറത്തിലുള്ള ചോറിലേക്ക് സാമ്പാർ ഒഴിച്ചത് കണ്ടില്ലേ? സാമ്പാർ മാത്രമല്ല കേട്ടോ, ഇലയുടെ സൈഡിൽ തോരനും അച്ചാറും പപ്പടവും മീൻകറി മത്തിയാണ്, തേങ്ങയിട്ടരച്ച മീൻകറിയാണ്, കൂട്ടുകറിയും പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കഴിക്കാനായി പുളിശ്ശേരിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഒപ്പം ഞങ്ങൾ ഒരു പോർഷൻ ചാള ഫ്രൈയും ഒരു പോർഷൻ കൊഴുവ ഫ്രൈയും, ഇവിടെ പൊടിമീൻ എന്നാണ് പറയുന്നത്, പൊടിമീൻ ഫ്രൈയും മേടിച്ചു കേട്ടോ. വളരെ സാധാരണ ലഞ്ച് പ്രതീക്ഷിച്ച് ചെന്ന് ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തി നൽകുന്നതായിരുന്നു കേട്ടോ അവിടുത്തെ ഊണ്. നല്ല കൊഴുവ ഫ്രൈയും നല്ല ചെറു മത്തി ഫ്രൈ ചെയ്തതും പിന്നെ തേങ്ങ അരച്ച മത്തിക്കറിയും കൂട്ടുകറിയും നല്ല കടുമാങ്ങ അച്ചാറും തൂവെള്ള നിറത്തിലുള്ള ചോറും പുളിശ്ശേരിയും സാമ്പാറുമെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വൈക്കം ഭാഗത്തേക്ക് പോകുന്നവർ ഒരു സാധാരണ വീട്ടിലെ ഊണാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഊട്ടുപുര തിരഞ്ഞെടുത്തോളൂ. ഉച്ചയൂണ് മാത്രമാണുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതും ഒരു 2-2:30 ആകുമ്പോൾ ഊണ് തീർന്ന് ഇവർ ക്ലോസ് ചെയ്യാറാണ് പതിവെന്നാണ് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത്. 2 പേർക്കുള്ള ഊണിനും 2 മത്സ്യ സ്പെഷ്യൽ വിഭവങ്ങൾക്കും കൂടെ അവർ ഈടാക്കിയത് 240 രൂപയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫിഷ് കറി മീൽസിന് 70 രൂപയും ഫിഷ് സ്പെഷ്യലിന് 50 രൂപ വെച്ചുമായിരിക്കണം. തെക്കൻ കേരളത്തിലെ രീതി പോലെ തന്നെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഇല നമ്മൾ സ്വന്തം എടുക്കേണ്ടത് ഇവിടുത്തെയും പ്രത്യേകതയാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ നാടൻ ഊണിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. നന്ദി.